ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിലൊന്നാണ് കോസാലിറ്റി. ഇതിന് മലയാളത്തിൽ കാര്യകാരണ ബന്ധം എന്ന് പറയാം. എന്തിനും ഒരു കാരണമുണ്ട്. കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ പ്രധാനമായ ഒരു പരിപാടി. കാര്യകാരണ ബന്ധങ്ങൾ മനസ്സിലാക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ കോസാലിറ്റി പല തരത്തിലുണ്ട്. സിംഗിൾ കാസ് സിംഗിൾ എഫക്റ്റ് ടൈപ്പ്, അതായത് ഒരു കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഫലം. ഈ ഒരു കാരണം മാത്രമേ ഒരു ഫലത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന ഒരു ടൈപ്പുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റീവ് കോസസ് വൺ എഫക്റ്റ്, അങ്ങനെ ഒരു ടൈപ്പുണ്ട്. അതായത് കാര്യം ഒന്ന് തന്നെ ഒന്നായിരിക്കാം, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കാം. ഇപ്പൊ മനഃശാസ്ത്രത്തിൽ ഒരാൾക്ക് ദേഷ്യം വരുന്നു, അതിന് പല കാരണങ്ങളുണ്ടാകാം. അവസാനം റിസൾട്ട് ദേഷ്യമാണ്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ദേഷ്യം ഉണ്ടാകാം. പിന്നെ കോൺട്രിബ്യൂട്ടറി കോസസ്, അതായത് പല കാരണങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു റിസൾട്ട് ഉണ്ടാകും. ഇപ്പോൾ ഒരു നദി ഒഴുകുന്നു, നദിക്ക് ഒരുപാട് കൈവഴികൾ ഉണ്ടായിരിക്കാം. പല ചെറിയ ഊറ്റുകൾ അല്ലെങ്കിൽ ഉറവകൾ, നദികൾ, ഇതൊക്കെ ചേർന്ന് ഒരു വലിയ നദി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് കോൺട്രിബ്യൂട്ടറി കോസസ്. പിന്നെ സഫീഷ്യന്റ് കോസ് എന്നൊന്നുണ്ട്, അതായത് ഒരു കാരണം മതി, അത് വേറെ കാരണങ്ങളുടെ ആവശ്യമില്ല. നെസസറി കോസ്, അത് ഒരു കാരണം കൂടിയേ തീരൂ ഒരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ. ഇത് ഏത് ശാസ്ത്രത്തിന്റെ മേഖല എടുത്താലും ഇങ്ങനെ പല ടൈപ്പ് കോസാലിറ്റികളെ പറ്റി പറയുന്നു. ഈ സോഷ്യൽ സയൻസിൽ സാധാരണ മൾട്ടിപ്പിൾ കോസ് മോഡലാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. കാരണം ഒരു റിസൾട്ടിന് ഒറ്റ കാരണം സാധാരണ കാണുകയില്ല, ഒരുപാട് കാരണങ്ങൾ കാണും. ഇതെല്ലാം ചേർന്നാണ് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. ഇപ്പം സൈക്കോളജിയിലും ഈ മൾട്ടിപ്പിൾ കോസ് മോഡലാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് യുക്തി, അതായത് റീസൺ. ഇപ്പൊ എന്താണ് ഈ യുക്തി? യുക്തി എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളിലെ സ്ഥിരത, റെഗുലാരിറ്റി, അതിനാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത്. ഈ യുക്തിയുടെ ഒരു പ്രധാന ഘടകമാണ് കോസാലിറ്റി. എന്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ വഴിയിൽ കൂടെ നടന്നു പോകുന്നു, അവിടെ ഒരു അസാധാരണമായ വസ്തു അവിടെ കിടക്കുന്നു. അപ്പോൾ ഒരു ശാസ്ത്രീയ മനോഭാവമുള്ള ഒരാളാണെങ്കിൽ ഈ സാധനം ഇവിടെ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കും. ആ സാധനം സ്വയം അവിടെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ടതായിരിക്കാം,
അല്ലെങ്കിൽ ആകാശത്തൂടെ വിമാനം പോയപ്പോൾ അതിൽ നിന്ന് വീണതായിരിക്കാം. അതവിടെ വരാൻ ഒരു കാരണം ഉണ്ട്. അത് കണ്ടെത്താവുന്നതാണ്. ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. ഇതിന് ഒരു കാരണമില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാള് ശാസ്ത്രീയ മനോഭാവം ഇല്ലാത്ത ആളാണെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. അപ്പൊ ഈ കോസാലിറ്റി അല്ലെങ്കിൽ യുക്തി, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം സമയം തന്നെയാണ്. ഈ സമയത്തിലാണ് ഈ കാര്യകാരണ ബന്ധം നിലകൊള്ളുന്നത്. സമയം എന്ന് പറയുന്നത് എപ്പോഴും സീക്വൻസ് ഓഫ് ഈവൻസ് ആണ്. അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ സംഭവങ്ങളിങ്ങനെ സമയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയമില്ലെങ്കിൽ കോസാലിറ്റിയുമില്ല. സമയം ഉള്ളിടത്തോളം കാലം എന്ത് സംഭവത്തിനും അതിന് കാരണമായിട്ട് ഒരു സംഭവം അതിന് മുമ്പ് നടന്നിരിക്കണം. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രധാന ഒരു മെത്തേഡ് എല്ലാത്തിൻ്റെയും കാരണങ്ങൾ തേടുകയും അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് വഴിയാണ് ശാസ്ത്രം പുരോഗമിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സമയമാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ സമയത്തിന് ഒരു കാരണമുണ്ട്. ഇതിപ്പോ 2024 AD ആണ്. ഈ സമയം എങ്ങനെ തുടങ്ങി? അതിന് ഒരു കാരണമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും സമയം വളരെ പണ്ടേ ഉണ്ട്, കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പേ സമയമുണ്ട്. ആയിക്കോട്ടെ. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. ബെർട്രാൻഡ് റസൽ എന്നൊരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം മാത്തമാറ്റീഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടി. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹം ഏതോ ഒരു വർഷം ദി റാഷണലിസ്റ്റിക് അസോസിയേഷന്റെ പ്രസിഡന്റും ആയിരുന്നു. അദ്ദേഹം ക്രിസ്തുമതത്തെ നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് ക്രിസ്ത്യാനി ആയിരുന്നുവെങ്കിലും അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചു. ഞാനൊരു ക്രിസ്ത്യൻ അല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ സമയം ഉണ്ടാകാനായിട്ട് ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞു. കാരണം യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. ഇപ്പൊ സമയത്തിന് കാരണം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ യുക്തിയെ തന്നെ നിഷേധിക്കുകയാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ടെങ്കിൽ സമയത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കണം. ഈ കാരണം യുക്തിക്കപ്പുറമാണ്. കാരണം ഈ കാരണം സമയത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്, നേരെ മറിച്ച് സമയം ഈ കാരണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ആ സാധനം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. കാരണം ആ സാധനത്തിൽ നിന്നാണ് സമയം ഉണ്ടാകുന്നത്. ആ സാധനം സമയത്തിനപ്പുറമാണ്. അപ്പോ ആ സാധനം സമയത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ സാധനത്തിന് ഒരു കാരണം ആവശ്യമില്ല. അപ്പോൾ ബെർട്രാൻഡ് റസൽ ക്രിസ്തുമതം നിഷേധിച്ചെങ്കിലും അദ്ദേഹം ബുദ്ധമതം നിഷേധിച്ചിട്ടില്ല. കാരണം ബുദ്ധൻ ശൂന്യത എന്നൊരു സങ്കല്പമാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്നൊരു സങ്കല്പമല്ല. അപ്പൊ ശൂന്യത എന്ന് പറയുന്നത് സമയത്തിനപ്പുറമാണ്. അതുകൊണ്ട് ശൂന്യതയ്ക്ക് ഒരു കാരണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോ ബെർട്രാൻഡ് റസലിന്റെ
സിദ്ധാന്തമനുസരിച്ച് സമയത്തിന് കാരണം ആവശ്യമാണ്. പക്ഷെ സമയത്തിന് കാരണമായ മറ്റെന്തോ ഒന്നിന് വേറൊരു കാരണത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബെർട്രാൻഡ് റസൽ ബുദ്ധമതത്തെ വളരെ പ്രശംസിച്ച് എഴുതിയിട്ടുള്ളത്. സമയം ഇങ്ങനെ അനിശ്ചിതം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമയത്തിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകും. ഈ ആരംഭം ഉള്ളതിന് അവസാനവും ഉണ്ടായേ പറ്റുള്ളൂ. ആരംഭം ഇല്ലെങ്കിൽ അതിന് അവസാനത്തിന്റെ ആവശ്യമില്ല. അപ്പൊ സമയത്തിന് ആരംഭം ഉണ്ടെങ്കിൽ സമയത്തിന് ഒരു അവസാനവും ഉണ്ടായേ പറ്റുള്ളൂ. അത് നേരത്തെ പറഞ്ഞതുപോലെ സമയത്തിനപ്പുറമായിട്ടുള്ള ഒന്നിലാണ് സമയം അവസാനിക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ശൂന്യത എന്നുള്ള ഒരു ബുദ്ധമത സങ്കല്പത്തിലായിരിക്കാം സമയം ഉണ്ടാകുന്നതും അവസാനിക്കുന്നത്.